എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇന്ന് പാർട്ടിന്റെ മുതിർന്ന നമ്മുടെ നേതാവായ അബ്ദുൽ സലാം ജി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം ജി ലീഡർഷിപ്പിൽ ഇന്ന് പാർട്ടി ഒരു മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. ആ ടീമിന്റെ ഭാഗമായി മുസ്ലിം ലീഡേഴ്സായ ഷെയ്ഖ് അഹമ്മദ് ജി, ഷമീർ മുഹമ്മദ് ജി, ഇവരെല്ലാവരും ഈ ഒരു ടീമിന്റെ ഭാഗമായി മുസ്ലിം ഔട്ട്റീച്ചിന്റെ ഒരു പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2014 നമുക്ക് എല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞിട്ട് അദ്ദേഹം കഴിഞ്ഞ 11 കൊല്ലം മുമ്പോട്ട് വെച്ചൊരു കാഴ്ചപ്പാടും ഒരു രാഷ്ട്രീയമാണ് സബ്കാ സാത്ത് സബ്കാ വികാസ്. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയം. മഞ്ജുരിന്റെ മോനെ, അടുത്ത ആഴ്ചയല്ല അടുത്ത സീസണിൽ പോലും നിനക്ക് കിട്ടില്ല. ഇനിയാണ് കളി വേറെ റേഞ്ചിലാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, കുറച്ചു കാലമായിട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന്റെ മനസ്സിൽ ഒരു വിഷം നിറച്ച് വെക്കുന്ന ഒരു രാഷ്ട്രീയമാണ് CPM-ഉം കോൺഗ്രസ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അതിന്റെ സത്യം എന്താണ്? ഈ പാർട്ടി ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന രീതിയും കാഴ്ചപ്പാടും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതാണ് സത്യം. കൂടെ ഉണ്ടാവും ഞങ്ങൾ. അത് ഏത് മലയാളിയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പാർട്ടി തയ്യാറാണെന്ന് പറയാനാണ് ഈ മുസ്ലിം ഔട്ട്റീച്ചിന്റെ പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നത്. ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവ. ഇതിൽ രാഷ്ട്രീയമില്ല, ഇത് വോട്ട് പിടിക്കാനല്ല, ആരെയും വിഡ്ഢിയാക്കാൻ CPM-ഉം കോൺഗ്രസ് ചെയ്യുന്ന രാഷ്ട്രീയമല്ല. ഇത് ഞങ്ങൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നു. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും. നമസ്കാരമുണ്ട് ചേട്ടന്മാരെ, ഒരു അർജന്റ് കേസുണ്ട്, എന്റെ ഇടവും വലവും നിൽക്കും. ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും. ഞങ്ങളുടെ കാഴ്ചപ്പാട് BJP ചെയ്യാൻ ആഗ്രഹിക്കുന്ന, BJP സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം, അത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താല്പര്യം എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി പറയും. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. അതാണ് കാണാന്നപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. KG കമലേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമലേഷ്, ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ ക്രൈസ്തവ ഭവന സന്ദർശനങ്ങൾ, അരമന സന്ദർശിക്കൽ, കേക്ക് അടക്കം വിശേഷാവസരങ്ങളിലൊക്കെ കൈമാറലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ തൃശ്ശൂരിലടക്കം സുരേഷ് ഗോപിയുടെ ജയത്തിനൊക്കെ ഒരു വലിയ ഘടകമായി പ്രവർത്തിച്ചെന്നൊക്കെ വിലയിരുത്തലുമുണ്ട്. ഇത് പക്ഷേ ഇതിന് പിന്നിൽ വോട്ട് കിട്ടലല്ല, ഇതൊരു വലിയ മെസ്സേജ് നൽകലാണ്, ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള മെസ്സേജ് ആണെന്നൊക്കെയാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. അതൊരു പുതിയ കാര്യമല്ലല്ലോ. രജനി, ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം ഔട്ട്റീച്ച്. അതായത് കേരളം പിടിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്കൊപ്പം പരമ്പരാഗതമായി നിൽക്കുന്ന ഹിന്ദു വോട്ടുകൾ മാത്രം കിട്ടിയാൽ പോരാ എന്നുള്ള വിലയിരുത്തൽ BJP ദേശീയ നേതൃത്വം തന്നെയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം ക്രൈസ്തവരെ ഒപ്പം നിർത്താനാണ് ഈ കേക്കുമായൊക്കെ ക്രിസ്മസ് ദിനത്തിലൊക്കെ തന്നെ വീട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്തത്. പക്ഷേ ആ ഒരു പരിപാടി നടക്കുന്നതിനിടയിലായിരുന്നു മണിപ്പൂർ സംഭവം ഉണ്ടാകുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റൊക്കെ തന്നെ BJP കൂടുതൽ വെട്ടിലാക്കിയിരുന്നു. സഭകൾക്കിടയിൽ തന്നെ BJPയുടെ അനുകൂലമായ നിലപാട് വേണോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്ന് ആ ഒരു തർക്കം, ആ ഒരു ചർച്ച പല രീതിയിൽ നടക്കുമ്പോഴാണ് ഇപ്പോൾ മുസ്ലിം വിഭാഗങ്ങളെ ഒപ്പം നിർത്താനും മുൻ VC കൂടിയായ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിലുള്ള ഒരു സെല്ല് രൂപീകരിക്കുന്നു. മുസ്ലിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള പരിപാടികൾ പ്രഖ്യാപിക്കുന്നത്. വോട്ട് കിട്ടാനല്ല എന്ന് പറയുമ്പോഴും ആ വിഭാഗത്തെ കൂടുതൽ നിർത്തുക, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭീതിയോ ആശങ്കയോ ഉണ്ടെങ്കിൽ അത് അസ്ഥാനത്താക്കുക, അവർക്കിടയിലേക്കും കൂടി എത്തുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
അബ്ദുള്ള കുട്ടിയുടെ കേസൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പരമാവധി മറ്റു വിഭാഗങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വർഗീയ കക്ഷിയല്ല എന്നുള്ള രീതിയിലേക്ക് വരുത്തുക, അത്തരത്തിലൊരു പ്രചരണം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പരിപാടി. പക്ഷെ എത്രത്തോളം അത് മുന്നോട്ട് പോകും എന്ന് കണ്ടറിയണം. ഇപ്പോൾ സമീപകാലം മറ്റ് സംസ്ഥാനങ്ങളെ ഈ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഒക്കെ തന്നെ BJPയുമായി ബന്ധപ്പെട്ട് വന്ന കേസുകളൊക്കെ തന്നെ വളരെ ശക്തമായി കേരളത്തിൽ കോൺഗ്രസും CPM ഒക്കെ ഉയർത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഔട്ട്റീച്ച് സെല്ലുമായി BJP മുന്നോട്ട് പോകുന്നത്. തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം. ശരി.